Hello, this is your English companion. Today we are discussing one of the most challenging part of our English grammar, that is modal auxiliaries. മോഡൽ ഓക്സിലറീസിനെ കുറിച്ച് പറയാമെന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്താണ് ഈ മോഡൽ ഓക്സിലറീസ്? മോഡൽ എന്നുള്ളതിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് നോക്കൂ. നമ്മൾ സാധാരണ പറയുന്ന MODEL അല്ല, AL ആണ്. മോഡൽ മീൻസ് ഓഫ് ഓർ റിലേറ്റിംഗ് ടു ഓർ ഡിസ്ക്രൈബിംഗ് ദ മൂഡ് ഓഫ് എ വെർബ്. ഒരു വെർബിന് ചില ഭാവഭേദങ്ങൾ, ചില ഫീലിങ്സ് കൊടുക്കുകയാണ് ഈ മോഡൽ ഓക്സിലറീസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരാളെ കമ്പൽ ചെയ്യുകയാണോ, അതോ നമ്മൾ ഒരാളോട് ഓർഡർ ചെയ്യുകയാണോ, അതോ അപേക്ഷിക്കലാണോ, അതോ ഉപദേശം കൊടുക്കലാണോ, അതോ ആവശ്യപ്പെടലാണോ, അനുവാദം കൊടുക്കലാണോ, ഇതൊക്കെ നമ്മൾ വാക്കുകളിലൂടെ വേണം മറ്റൊരാളിലേക്ക് എത്തിക്കാൻ. അല്ലെങ്കിൽ റിട്ടൺ ഫോം ആണെങ്കിലും എഴുതുന്ന ഫോംസ് ആണെങ്കിലും ശരി, കൃത്യമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചാൽ മാത്രമേ ആ വികാരങ്ങളെ കൺവേ ചെയ്യാൻ, പ്രതിഫലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ ഇങ്ങനെ ഇംഗ്ലീഷ് ഭാഷയിൽ ഇത്തരത്തിലുള്ള ഫീലിങ്സ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് മോഡൽ ഓക്സിലറീസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഗീവ്സ് മൂഡ് ടു ദ വെർബ്സ്. ഏതൊക്കെയാണ് മോഡൽ ഓക്സിലറീസ് എന്ന് നോക്കാം. വിൽ, വുഡ്, ഷോൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഡയർ, നീഡ്, ought to and used to. So these are the modal auxiliaries. One thing is there that you must remember. As our primary auxiliary verbs, these modal auxiliaries can't stand alone. മെയിൻ വെർബ് ആയിട്ടും കൂടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ പ്രൈമറി ഓക്സിലറീസ്. പക്ഷെ മോഡൽ ഓക്സിലറീസിലേക്ക് വരുന്ന സമയത്ത് അത് ഒരിക്കലും മെയിൻ വെർബായിട്ട് ഉപയോഗിക്കാനേ സാധിക്കില്ല. It is followed by base forms of the verb. ഒരു കാര്യം കൂടി പറയാനുണ്ട്. It is followed by the base forms. വില്ലിന് ശേഷം വരുന്നത് ഒരു വെർബിന്റെ ബേസ് ഫോം ആയിരിക്കും. I will go എന്നേ പറയുള്ളൂ. അതാണ് ബേസ് ഫോം എന്ന് പറയുന്നത്. ഗോ, സീ, ടീച്ച്, ടോക്ക്. അതിന്റെ കൂട്ടത്തിലാണ് എസ് ചേർക്കുമ്പോൾ ടോക്സ് എന്ന് വരുന്നത്, അല്ലെങ്കിൽ സീസ് എന്ന് വരുന്നത്. ED ചേർക്കുന്ന സമയത്ത് ടോക്ക്ഡ് എന്ന് വരുന്നത്, അല്ലെ? അപ്പൊ ഇതൊന്നും ഇല്ലാതെ ഈ INGയോ EDയോ എസ്സോ ഒന്നുമില്ലാത്ത ഏറ്റവും പ്യുവർ ആയിട്ടുള്ള വെർബിനെയാണ് ബേസ് ഫോം അഥവാ V1 എന്ന് പറയുന്നത്. പറഞ്ഞു വന്നത് മോഡൽ ഓക്സിലറീസിന് ശേഷം ഈ ബേസ് വെർബ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള നിയമം എന്നുള്ളത്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മോഡൽ ഓക്സിലറീസ് എന്തൊക്കെയാണ് വാക്കുകളിലൂടെ പ്രതിഫലിപ്പിക്കുന്നത് എന്നാണ് താഴെ കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണെന്ന് നോക്കൂ. എബിലിറ്റി, കഴിവുണ്ട്. ഡിറ്റർമിനേഷൻ, ഉറച്ച തീരുമാനങ്ങൾ. സജഷൻ, നിർദ്ദേശങ്ങൾ. അഡ്വൈസ്, ഉപദേശം. കമാൻഡ്, ഓർഡർ. വിഷ്, ആഗ്രഹങ്ങൾ. സർട്ടൻറ്റി, ചില നിർബന്ധങ്ങൾ. റിക്വസ്റ്റ്, അപേക്ഷകൾ. പോസിബിലിറ്റി, സാധ്യതകൾ. ഒബ്ലിഗേഷൻ, കടമ. ഫ്യൂച്ചറിറ്റി, അതായത് ഭാവിയിൽ നടക്കുന്ന കാര്യങ്ങൾ. ഓഫർ, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഓഫർ ചെയ്യണമെങ്കിൽ. വില്ലിങ്നെസ്, നമ്മൾ തയ്യാറാണെങ്കിൽ അതിനെ സൂചിപ്പിക്കാൻ. കമ്പൽഷൻ, ഒരാളെ കമ്പൽ ചെയ്യുക, നിർബന്ധിക്കുക, ആ നിർബന്ധത്തെ സൂചിപ്പിക്കാൻ. പെർമിഷൻ, അനുവാദം കൊടുക്കാൻ. ത്രെറ്റ്, ഭീഷണി. പിന്നെ ചില കണ്ടീഷണൽ സെന്റൻസുകൾ, അങ്ങനെയായാൽ ഇങ്ങനെയാകാം എന്ന തരത്തിലുള്ള കണ്ടീഷണൽ സെന്റൻസസ്. അതുപോലെ തന്നെ റിപ്പോർട്ടഡ് സ്പീച്ചിലൊക്കെ നമുക്ക് ഈ മോഡൽ ഓക്സിലറീസിനെ ഉപയോഗിക്കാവുന്നതാണ്. ടുഡേ വി ആർ ഡിസ്കസിങ് ഓൺലി 2 മോഡൽ ഓക്സിലറീസ്, ദാറ്റ് ഈസ് വിൽ ആൻഡ് ഷോൾ. കാരണം എന്താണെന്ന് വെച്ചാൽ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരു തുമ്പില്ലാണ്ടാവും, ആർക്കും ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് 2 എണ്ണം കൃത്യമായിട്ട് വൃത്തിയായിട്ട് പഠിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം വില്ലും ഷാളും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഫ്യൂച്ചറിറ്റിയെ സൂചിപ്പിക്കാനാണ്. എന്ന് വെച്ചാൽ ഫ്യൂച്ചർ ടെൻസിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഐ വിൽ ഗോ, അതുപോലെ തന്നെ ഹി വിൽ കം, വി ഷോൾ സീ ദം. പ്ലീസ് സീ വാട്ട്സ് ഹിയർ ഓൺ സ്ക്രീൻ. സ്ക്രീനിലേക്ക് ഒന്ന് നോക്കൂ. ഐ ഷോൾ റീച്ച് ദർ ഓൺ ടൈം. വി ഷോൾ ജോയിൻ യു സൂൺ. What shall I do next? So here you can see 3 examples for future tense. I shall reach there on time. I, next shall. ഷോളിന് ശേഷം നമ്മൾ പറഞ്ഞിരുന്നു V1 മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ എന്ന്. അതുകൊണ്ട് അവിടെ റീച്ചെന്നോ റീച്ച്ഡ് ഒന്നും എഴുതിയിട്ടില്ല. എന്തേ പറഞ്ഞിട്ടുള്ളൂ? റീച്ച് എന്ന് മാത്രമേ ഉള്ളൂ. ഐ ഷോൾ റീച്ച് ദ ഓൺ ടൈം. ഞാനിവിടെ സമയത്തെത്തും. സബ്ജക്റ്റ് ഐ എന്നുള്ളതാണ്, അതായത് ഫസ്റ്റ് പേഴ്സണിലെ സബ്ജക്റ്റ് ആണ്. വി ഷോൾ ജോയിൻ യു സൂൺ. നമുക്ക് പെട്ടെന്ന് കണ്ടുമുട്ടാം. രണ്ടാമത്തേതിലും സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ പ്ലൂറലാണ്, അതായത് നമുക്കറിയാലോ ഐയും വിയുമാണ് ഫസ്റ്റ് പേഴ്സൺ. ചോദ്യം, വാട്ട് ഷോൾ ഐ ഡു നെക്സ്റ്റ്? അവിടെയും ഷാളാണുള്ളത്, സബ്ജക്റ്റ് ഐ തന്നെയാണ്. അപ്പൊ നമുക്കൊരു കാര്യം ഇവിടെ നിന്ന് വ്യക്തമാണ്. ഫ്യൂച്ചറിറ്റിയെ സൂചിപ്പിക്കാൻ വേണ്ടി, ഭാവിയെക്കുറിച്ച് പറയാൻ വേണ്ടി ഫസ്റ്റ് പേഴ്സൺ പ്രോനൗൺസിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഷോളാണ്. അതാണ് ഇംഗ്ലീഷിന്റെ നിയമം എന്ന് പറയുന്നത്. നിയമം മാത്രമാണ്. സ്പോക്കൺ ഇംഗ്ലീഷിൽ വില്ല് ധാരാളമായിട്ട് ഉപയോഗിച്ച് കാണാറുണ്ട്, അതൊരു വിഷയമല്ല. പക്ഷേ നമ്മുടെ കോമ്പറ്റീഷൻസിനും അതുപോലെ PSC എക്സാമിനും ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് റൂൾസ് ആണ്. സോ ആസ് പെർ ദ ഫോർമൽ ഇംഗ്ലീഷ്, ദിസ് ഈസ് ദ റൂൾ. ദാറ്റ് ഈസ് ഫസ്റ്റ് പേഴ്സൺ പ്രോനൗൺസ് വിൽ ബി ഫോളോഡ് ബൈ ഷോൾ. അതിന്റെ ഫോർമാറ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് പേഴ്സൺ പ്ലസ് ഷോൾ പ്ലസ് V1. അതാണ് ഫ്യൂച്ചർ ടെൻസിലുള്ള ഒരു സെന്റൻസിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഐ എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ, പിന്നീട് ഷോൾ, പിന്നെ റീച്ച്. ഐ ഷോൾ റീച്ച്. നമ്മുടെ ഐ ലവ് യു ആണെങ്കിലോ ഐ ഷോൾ ലവ് യു. അതാണ് ഫോർമൽ ഇംഗ്ലീഷിൽ വരുന്നത്. ഇപ്പോൾ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് ഇത് തന്നെയാണ്. ഷോൾ ഈസ് യൂസ്ഡ് വിത്ത് ഫസ്റ്റ് പേഴ്സൺ
അതായത് ഐയുടെയും വീട് കൂടെയാണ് ഷോൾ ചേർക്കുന്നത്. ടു ഷോ സിമ്പിൾ ഫ്യൂച്ചർ ടൈം. ഇഫ് വി യൂസ് വിൽ ഇൻസ്റ്റെഡ് ഓഫ് ഷോൾ, നമ്മളവിടെ ഐയുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ വിയുടെ കൂട്ടത്തിൽ ഷോളിന് പകരം വില്ലാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ചേഞ്ച് ദ മൂഡ് ഓഫ് ദ വെർബ്. വെർബിന്റെ ആ ഒരു മാനസികാവസ്ഥ, ആ ഫീലിംഗേ മാറും അല്ലേ. അപ്പൊ ഈ ഉള്ള ഫ്യൂച്ചറിന്റെ ആ ഒരു രീതിയിലായിരിക്കില്ല വില്ല് ഫസ്റ്റ് പേഴ്സന്റെ കൂടെ ചേരുമ്പോൾ ഉണ്ടാവുക. ഷാളിന് പകരം വില്ല് അവിടെ ചേർക്കുകയാണെങ്കിൽ വെർബിന്റെ സ്വഭാവം തന്നെ അടിമുടി മാറിപ്പോകും. ഇറ്റ് ഷോസ് ഡിറ്റർമിനേഷൻ. ഐയുടെ കൂട്ടത്തിലോ വീയുടെ കൂട്ടത്തിലോ വില്ല് ചേർത്ത് കഴിഞ്ഞാൽ അത് സൂചിപ്പിക്കുന്നത് ഒരു ഡിറ്റർമിനേഷനെ ആകാം, അതായത് ഒരു തീരുമാനത്തെ ആകാം, അല്ലെങ്കിൽ ഒരു പ്രോമിസിനെ ആകാം, സെർട്ടൻറ്റി ആകാം, അല്ലെങ്കിൽ ത്രെറ്റിനെ ആകാം. ഇതെന്തെങ്കിലും ഒക്കെ ആയിരിക്കും അതിന്റെ അർത്ഥം. വിത്ത് സെക്കൻഡ് ആൻഡ് തേർഡ് പേഴ്സൺസ് വിൽ ഈസ് യൂസ് ടു ഷോ ഫ്യൂച്ചറിറ്റി ഓർ സിമ്പിൾ ഫ്യൂച്ചർ. പക്ഷേ യു, അതുപോലെ തന്നെ ഹി, ഷീ, ഇറ്റ് ആൻഡ് ദേ, ഇവയുടെയൊക്കെ കൂടെ നമുക്ക് എന്ത് ചേർക്കാം? ഫ്യൂച്ചർ ടെൻസ് കിട്ടാൻ വേണ്ടിയിട്ട്, ഭാവി കാലത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഷോൾ അല്ല യൂസ് ചെയ്യേണ്ടത്, മറിച്ച് വില്ലാണ്. ഫസ്റ്റ് പേഴ്സന്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കുന്നു? ഷോൾ യൂസ് ചെയ്തിട്ടാണ് ഫ്യൂച്ചർ ടെൻസ് ഉണ്ടാക്കുന്നത്. സെക്കൻഡ് പേഴ്സന്റെയും തേർഡ് പേഴ്സന്റെയും കൂടെ നമ്മൾ വില്ല് ചേർത്തിട്ടാണ് ഫ്യൂച്ചർ ടെൻസ് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഇംഗ്ലീഷ് റൂൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ താഴെ കൊടുത്തിട്ടുണ്ട്. ദേ വിൽ കം വിതിൻ 2 months. അവർ 2 മാസത്തിന്റെ ഉള്ളിൽ വരും, അതായത് ഭാവിയിൽ വരും എന്നാണ് പറയുന്നത്. യു വിൽ ബി എ ഡോക്ടർ. നിങ്ങളൊരു ഡോക്ടർ ആയി തീരും. നെക്സ്റ്റ് ചോദ്യമാണ്, വിൽ യു റീച്ച് ഹിയർ ടുമോറോ? നീ നാളെ ഇങ്ങോട്ട് വരുമോ? വിൽ ദേ എഗ്രി ടു ഡു ദിസ്? അവര് ഇത് ചെയ്യാൻ വേണ്ടി സമ്മതിക്കുമോ? അതായത് തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ സെക്കൻഡ് പേഴ്സൺ പ്ലസ് വിൽ പ്ലസ് വെർബിന്റെ ബേസ് ഫോം. ഇനി മറ്റുള്ള സന്ദർഭങ്ങളിൽ എപ്പോഴാണ് വില്ല് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. വില്ല് ഫസ്റ്റ് പേഴ്സന്റെ കൂടെ, നമ്മൾ നേരത്തെ കണ്ടത് സെക്കൻഡ് പേഴ്സന്റെ കൂടെ ഫ്യൂച്ചറിനെ സൂചിപ്പിക്കാനാണ് വില്ല് ഉപയോഗിക്കുന്നത് എന്നാണ്. ഇനി ഫസ്റ്റ് പേഴ്സണിൽ വില്ല് വന്നാൽ എന്ത് സംഭവിക്കും? ചില സെന്റൻസുകൾ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഐ വിൽ പ്രൊട്ടക്ട് യു ഇഫ് ദർ ഈസ് എനി ട്രബിൾ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും ഞാൻ നിന്നെ സംരക്ഷിക്കാം. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യാം. ഇറ്റ്സ് എ പ്രോമിസ്. കൂടെയുള്ള ആൾക്ക് ഒരു പ്രോമിസ് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു കണ്ടീഷണൽ സെന്റൻസുമാണ്. നോക്കൂ, ഇഫ് ദർ ഈസ് എനി ട്രബിൾ, അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ എന്നുള്ളതാണ് കണ്ടീഷൻ. ഐ വിൽ പ്രൊട്ടക്ട് യു, ഞാൻ നിന്നെ സംരക്ഷിക്കാം. ഒരേ സമയത്ത് പ്രോമിസ് ആണ്, അത് തന്നെ കണ്ടീഷണലായിട്ടും എഴുതിയിട്ടുണ്ട്. അപ്പൊ പ്രോമിസിനെ സൂചിപ്പിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഐയുടെ കൂട്ടത്തില് വില്ല് ചേർക്കാം അല്ലെ. ഐ വിൽ ഗീവ് യു ദ മണി, ഞാൻ നിനക്ക് പൈസ തരാം. അതൊരു പ്രോമിസ് ആണ്. സപ്പോസ് വൺ ഓഫ് യുവർ ഫ്രണ്ട് ഈസ് ഹൈലി ഇൻ നീഡ് ഓഫ് സം മണി ഫോർ ഹെർ ഡോട്ടേഴ്സ് മാരേജ് and you are promising him your help and you assure him some money for their occasion. So at that situation you can use this. That is, I will give you some money. That is, you are offering. Next is, I will be there tomorrow. ഒരാൾക്ക് പ്രോമിസ് കൊടുക്കുകയാണ്, ഞാൻ നാളെ അവിടെ തീർച്ചയായിട്ടും വരാം. ഒരു പ്രോമിസാണ്. ഐ വിൽ ബി, ഒരു സംശയമില്ല, ഞാൻ ആ സമയമാകുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടാവും. അതാണ് ഐ വിൽ ബി ദർ. ഐ വിൽ പാസ് ദ എക്സാമിനേഷൻ സ്കോറിംഗ് ഫുൾ മാർക്സ്. ഒരാളുടെ കോൺഫിഡൻസ്, അയാളുടെ ഉറച്ച തീരുമാനമാണ്. എന്തു വന്നാലും വേണ്ടില്ല, ഫുള്ള് മാർക്ക് വാങ്ങിയിട്ട് ഞാൻ ഈ പരീക്ഷ പാസ്സാകും. അതയാളുടെ തീരുമാനമാണ്. അപ്പോൾ ഡിറ്റർമിനേഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഐ വിൽ എന്നുള്ള ആ ഡിറ്റർമിനേഷൻ, അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടും ഐയുടെ കൂട്ടത്തിൽ വിൽ ഉപയോഗിക്കാം. ഐ വിൽ സക്സീഡ് ഓർ ഡൈ ഇൻ ദ അറ്റംപ്റ്റ്, അതും ഒരു ഡിറ്റർമിനേഷനാണ്, തീരുമാനം. ഒന്നുകിൽ ഞാൻ നേടും അല്ലെങ്കിൽ മരിക്കും. നെക്സ്റ്റ് നോക്കൂ, ഐ വിൽ ഷോ യു വാട്ട് ഐ ക്യാൻ ഡു. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കാണിച്ചു തരാം. ഐ വിൽ ഷോ യു എന്താണത്? ഒരു തരം ഭീഷണിയാണ്, ത്രെറ്റ്. ഐ വിൽ ടീച്ച് യു എ ലെസൺ, ഞാൻ നിന്നെ ഒരു പാഠം പഠിപ്പിക്കും. ഐ വിൽ നോട്ട് സ്പെയർ യു, ഞാൻ നിന്നെ ചുമ്മാ വിടമാട്ടേൻ. ഓൾ റൈറ്റ്, ഐ വിൽ കം വിത്ത് യു, ശരി ഞാൻ നിന്റെ കൂടെ വരാം. അതെന്താണ്? ഒരു വില്ലിങ്നെസ് ആണ്. സ്വയം ഒരാളെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണ്. അടുത്ത ഒരു ചോദ്യമാണ്. പലപ്പോഴും നമ്മൾ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട് ജീവിതത്തിൽ. വാട്ട് വിൽ ഐ ഡു? വല്ലാത്തൊരു വേദന നിറഞ്ഞ ചോദ്യം. ഞാനിനി എന്ത് ചെയ്യും? സ്വയം ചോദിക്കുന്ന ചോദ്യത്തിനെയാണ് അത് പറയുന്നത്. വാട്ട് ഷാൾ ഐ ഡു എന്നല്ല, വാട്ട് വിൽ ഐ ഡു. ഇത് എങ്ങനെയുള്ള ചോദ്യമാണ്? ഇറ്റ് ഷോസ് മെന്റൽ അഗണി. നമ്മുടെ മനസ്സിന്റെ വേദനയെ സൂചിപ്പിക്കുന്ന, നമ്മുടെ കൺഫ്യൂഷനെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ചോദ്യമാണിത്. ഒരു എക്സാമ്പിൾ താഴെ കൊടുത്തിട്ടുണ്ട്, നോക്കൂ ആ സിറ്റുവേഷൻ എങ്ങനെയാണ്. ഓ ഗോഡ്, ദ ടയർ ഈസ് ഫ്ലാറ്റ്. ടയർ പഞ്ചറായിട്ടുണ്ട്. ഹൗ ഷാൾ ഐ റീച്ച് ദ ഓഫീസ് ഓൺ ടൈം. ഞാൻ എങ്ങനെ സമയത്ത് ഓഫീസിലെത്തും? വാട്ട് വിൽ ഐ ഡു? ഞാൻ എന്ത് ചെയ്യും? അപ്പൊ ഇതാണ് ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത്, വില്ല് സെക്കൻഡ് പേഴ്സന്റെയും തേർഡ് പേഴ്സന്റെയും കൂടെ എപ്പോഴാണ് ഉപയോഗിക്കുക? നമുക്കറിയാം, ഫ്യൂച്ചറിറ്റിയെ സൂചിപ്പിക്കാൻ ഞാൻ ഈ ഫ്യൂച്ചറിറ്റി എന്നേ പറയുള്ളൂ കേട്ടോ. അതായത് ഭാവിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് സെക്കൻഡ് പേഴ്സന്റെയും തേർഡ് പേഴ്സന്റെയും കൂടെ വില്ല് മാത്രമേ ഉപയോഗിക്കൂ. അത് നമുക്കറിയാം. അപ്പോൾ എക്സാമ്പിൾ മുകളിൽ കൊടുത്തിട്ടുണ്ട് 2 വിൽ യു ഗോ ടുമോറോ? നാളെ നീ പോകുമോ? ദേ വിൽ ഹാവ് ടു വെയിറ്റ് ഫോർ 3 months. അവർക്ക് 3 മാസം കാത്തിരിക്കേണ്ടി വരും. ഇത് രണ്ടും ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്നതാണ്. അടുത്ത്, വിൽ യു പ്ലീസ് ക്ലോസ് ദ വിൻഡോ? ഒരു ക്വസ്റ്റ്യന്റെ രൂപത്തിൽ, ഒരു റിക്വസ്റ്റ് ആണ്. അങ്ങനെ, വിൽ യു പ്ലീസ് ക്ലോസ് ദ വിൻഡോ? ആ ജനലൊന്ന് അടയ്ക്കാമോ? അല്ലെങ്കിൽ പ്ലീസിലായാലും കുഴപ്പമില്ല, വിൽ യു ക്ലോസ് ദ വിൻഡോ അങ്ങനെ ആയാലും മതി. പക്ഷെ അതിനൊന്നും കൂടി ഒരു പൊളൈറ്റ്നെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പ്ലീസും കൂടി ചേർത്തത്. ആ ജനലൊന്ന് അടയ്ക്കാമോ? അപ്പോൾ നമ്മൾ റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ചോദ്യം വിൽ യു എന്ന രീതിയിൽ ചോദിക്കാറുണ്ട്. അടുത്തതൊരു വാർണിംഗ് കൊടുക്കാൻ വേണ്ടി,
അല്ലെങ്കിൽ ഒരു പോസിബിൾ കണ്ടീഷൻ പറയാൻ വേണ്ടി. എന്താണ് ഈ പോസിബിൾ കണ്ടീഷൻ? ഇഫ് ഐ സ്റ്റഡി വെൽ ഐ വിൽ പാസ്. അതാണ് പോസിബിൾ കണ്ടീഷൻ എന്ന് പറയുന്നത്. നടക്കാവുന്ന ഒരു കാര്യം. ഞാൻ നന്നായി പഠിക്കുകയാണെങ്കിൽ ഞാൻ ജയിക്കും. നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ എന്നുള്ളതാണ് കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ ജയിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കണ്ടീഷനിൽ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വില്ല് ഉപയോഗിക്കാം. എങ്ങനെയാണെന്ന് നോക്കൂ. ഇഫ് യു സ്റ്റെപ്പ് ഓൺ എ സ്നേക്ക്, ഒരു പാമ്പിനെ ചവിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബൈറ്റ് യു, അത് നിങ്ങളെ കടിക്കും. അതൊരു വാണിംഗ് ആണ്, അതുപോലെ തന്നെ ഒരു കണ്ടീഷനാണ്, പോസിബിൾ കണ്ടീഷനുമാണ് അല്ലേ. ഇനി അടുത്തൊരു സാധ്യതയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടും ഈ വില്ല് തേർഡ് പേഴ്സന്റെ കൂടെ പറയാറുണ്ട്. ദർ വിൽ ബി സ്കൂൾ ഇൻ എവരി പഞ്ചായത്ത്. ഓരോ പഞ്ചായത്തിലും ഒരു സ്കൂളെങ്കിലും ഉണ്ട് എന്നുള്ളതാണ്. അത് സാധ്യതയാണ്. ഓരോ പഞ്ചായത്തിലും ഓരോ സ്കൂൾ ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വില്ല് ഉപയോഗിക്കും. എങ്ങനത്തെ ക്വസ്റ്റ്യൻ ടാഗ് ആണെന്ന് നോക്കൂ. ഇമ്പറേറ്റീവ് സെന്റൻസുകൾ, റിക്വസ്റ്റ് ആണെങ്കിലും ശരി, ഓർഡർ ആണെങ്കിലും ശരി, കമാൻഡ് ആണെങ്കിലും ശരി, വെർബ് ആദ്യം വരുന്ന രീതിയിലുള്ള ഇമ്പറേറ്റീവ് സെന്റൻസ് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വിൽ യു എന്ന ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കാറുണ്ട്. ഏത് തരത്തിലുള്ള നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിലും പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിലും റിക്വസ്റ്റ് ആണെങ്കിലും കമാൻഡ് ആണെങ്കിലും ഏതിനും നമുക്ക് ഉപയോഗിക്കാവുന്ന ക്വസ്റ്റ്യൻ ടാഗ് ആണ് വിൽ യു. കേട്ടോ. ക്ലോസ് യുവർ ഐസ്, വിൽ യു. കീപ് സൈലൻസ്, വിൽ യു. അടുത്തത്, ചില സന്ദർഭങ്ങളിൽ ഒരു വോണ്ട് യു എന്നും കൂടി പറയാറുണ്ട്. എങ്ങനെയാണെന്ന് നോക്കൂ. ഡ്രൈവ് കെയർഫുള്ളി, വോണ്ട് യു. അപ്പോൾ അമ്മ തൻ്റെ മകനോട് പറയുകയാണ്. മകൻ ഇങ്ങനെ ഭയങ്കര സ്പീഡിലൊക്കെ പോയി അലമ്പുണ്ടാക്കുന്ന ആളെന്നറിയാം. അപ്പോൾ ഒന്ന് അഫെക്ഷനേറ്റ് ആയിട്ട് സ്നേഹത്തോടു കൂടി പറയുകയാണ്. അങ്ങനെ നന്നായിട്ട് ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണേ, ചെയ്യില്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള സ്നേഹപൂർവ്വം പറയുന്ന, അഫെക്ഷനോട് കൂടി ചെയ്യുന്ന അഡ്വൈസ് ആണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? വോണ്ട് യു എന്ന് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഷോളിൻ്റെ ഉപയോഗം ഒന്ന് എങ്ങനെയാണെന്ന് നോക്കി നോക്കാം. ഷോൾ വിത്ത് ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺസ്. ഫസ്റ്റ് പേഴ്സൻ്റെ കൂടെ ഷോൾ എപ്പോഴാണ്? നമുക്കറിയാം ഫ്യൂച്ചറിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യൽ? ഫസ്റ്റ് പേഴ്സൻ്റെ കൂടെ ഷോളാണ് ചേർക്കാറ്. ഐ ആണെങ്കിലും വി ആണെങ്കിലും നമ്മൾ ഷോൾ ചേർത്തിട്ടാണ് ഫ്യൂച്ചറിറ്റിയെ സൂചിപ്പിക്കാറ്. വി ഷോൾ ഡിസ്കസ് ദ മാറ്റർ വിത്ത് ദ പ്രിൻസിപ്പൽ. ഐ ഷോൾ ബി 18 ബൈ ദ എൻഡ് ഓഫ് നെക്സ്റ്റ് മന്ത്. അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് പ്രിൻസിപ്പളോട് സംസാരിക്കാം. ഫ്യൂച്ചറിറ്റിയാണ്. ഐ ഷോൾ ബി 18, ഞാൻ 18 വയസ്സാകും. ഈ മാസം അവസാനമാകുമ്പോഴത്തേക്ക് 18 വയസ്സാകും. ഇത് രണ്ടും ഫ്യൂച്ചറിറ്റിയെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. അടുത്തത്, ഷോൾ ഐ ഗോ ഹോം? വേർ ഷോൾ വി പ്ലേ ദിസ് ഈവനിങ്? ഷോൾ വി ഗോ ഫോർ എ മൂവി ടുഡേ? ഇത് മൂന്നും ചോദ്യങ്ങളാണ്. നോക്കൂ, അവിടെ ഷോൾ കാണാം. ഷോളിന്റെ കൂട്ടത്തിൽ വന്നിരിക്കുന്നത് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർസ് ആയിട്ടുള്ള ഐയും വിയുമാണ്. ഷോൾ ഐ ഗോ ഹോം? ഇപ്പോൾ കൂടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിരിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, പോരാറായി. അപ്പോൾ നമുക്ക് ആ ഫ്രണ്ടിനോട് ചോദിക്കാവുന്നതാണ് ഷോൾ ഐ ഗോ ഹോം. അതായത് അവന്റെ കൂടെയുള്ളവന്റെ ഒപ്പീനിയൻ കൂടി നമ്മൾ ചോദിക്കുകയാണ്, ആരായുകയാണ്. അതുപോലെ തന്നെ വേർ ഷോൾ വി പ്ലേ ദീസ് ഈവനിങ്? നമ്മൾ എവിടെ കളിക്കും ഈ ഈവനിങ്ങിൽ? ഇന്ന് എവിടെയാണ് കളിക്കുക? അതുപോലെ തന്നെ ഷോൾ വി ഗോ ഫോർ എ മൂവി ടുഡേ? നമുക്കിന്നൊരു സിനിമയ്ക്ക് പോയാലോ? ഷോൾ വി. ഇതെല്ലാം നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതാണ് അല്ലെ, നമ്മുടെ സജഷൻ. അതുപോലെ തന്നെ നമ്മളെ കൂടെയുള്ള ആളുടെ ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അയാളുടെ ഒപ്പീനിയൻ കൂടി കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുന്ന തരത്തിലുള്ള ചോദ്യമാണിത് കേട്ടോ, അത് ഓർക്കണം. നെക്സ്റ്റ്, നമ്മളൊരു ഓഫർ കൊടുക്കുകയാണ് അല്ലേ. റോഡ് കൂടി പോകുന്ന സമയത്ത് ഒരു വൃദ്ധനെ കാണുകയാണ്. അപ്പോൾ നമുക്ക് സായിപ്പാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചോദിക്കാം, ഷാൾ ഐ ഓഫർ യു എ ലിഫ്റ്റ് അല്ലേ, ചോദിച്ചുകൂടെ. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോവുകയാണെങ്കിൽ ഷാൾ ഐ പേ ഫോർ യു? ഞാൻ നിന്റെ ബില്ല് കൊടുക്കട്ടെ, ഞാൻ നിനക്ക് വേണ്ടി പൈസ കൊടുക്കട്ടെ. നെക്സ്റ്റ്, ഷാൾ ഐ ഗെറ്റ് യു സം ടീ? ഞാൻ കുറച്ച് ടീ കൊണ്ടുവരട്ടെ? ഇതെല്ലാം ഓഫേഴ്സാണ്. നമ്മൾ ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോൾ ഐ എന്ന് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഷോൾ എന്നുള്ളത് തേർഡ് പേഴ്സന്റെ കൂടെയും സെക്കൻഡ് പേഴ്സന്റെ കൂടെയും വന്നു കഴിഞ്ഞാൽ എന്താകുമെന്ന് നോക്കാം. നമുക്കറിയാം ഫ്യൂച്ചറിറ്റിയെ സൂചിപ്പിക്കാൻ വേണ്ടി സെക്കൻഡ് പേഴ്സന്റെയും തേർഡ് പേഴ്സന്റെയും കൂടെ നമ്മൾ വില്ലാണ് ചേർക്കാറ്. പക്ഷേ ഷോൾ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഷീ ഷോൾ ഒബേ മൈ ഓർഡേഴ്സ്. അതിന്റെ അർത്ഥം ഷീ ഈസ് കമാൻഡഡ് ടു ഒബേ മൈ ഓർഡേഴ്സ്. അപ്പോൾ എൻ്റെ ഓർഡേഴ്സ് അനുസരിക്കാൻ അവൾ ബാധ്യസ്ഥയാണ്. അതാണ് അതിന്റെ അർത്ഥം. അവൾ എൻ്റെ ഓർഡേഴ്സ് അനുസരിക്കണം. യു ഷോൾ ഗോ ഫ്രം ഹിയർ, അതും ഒരു കമാൻഡ് അല്ലെങ്കിൽ കമ്പൽഷൻ ആണ്, ഒരു നിർബന്ധമാണ്. ഗെറ്റ് ഔട്ട് അടിക്കുന്നതിന് പകരം മാന്യമായ രീതിയിലുള്ള ഒരു ഗെറ്റ് ഔട്ട്. യു ഷോൾ ഗോ ഫ്രം ഹിയർ, നിങ്ങൾക്ക് പോകാം എന്ന് പറയില്ലേ, അതാണ് അത്. ഒരു കമാൻഡ് തന്നെയാണ്, അതുപോലെ തന്നെ ഒരു കമ്പൽഷനുമാണ്, നിർബന്ധിക്കുകയുമാണ്. നെക്സ്റ്റ്, യു ഷോൾ നോട്ട് സ്റ്റീൽ, മോഷ്ടിക്കരുത്. പോലീസുകാരൻ പിടിച്ചുകൊണ്ടുപോയപ്പോൾ തീഫിനെ എന്നിട്ട് പറയുകയാണ് യു ഷോൾ നോട്ട് സ്റ്റീൽ, നീ ഇനി മോഷ്ടിക്കരുത്. അതൊരു തരത്തിലൊരു കമാൻഡാണ്. നെക്സ്റ്റ്, സ്റ്റുഡൻസ് ഷോൾ പേ ദ എക്സാം ഫീ ബൈ 11th ദിസ് വീക്ക്. ഈ ആഴ്ച 11-ാം തീയതി ആകുമ്പോഴത്തേക്ക് കുട്ടികൾ അവരുടെ എക്സാം ഫീ അടയ്ക്കണം. ഇത് ഓഫീസിൽ നിന്ന് പലതരത്തിലുള്ള അറിയിപ്പ് വരും. അതൊരു തരത്തിലുള്ള ലീഗൽ അനൗൺസ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു നിർബന്ധം തന്നെയാണ്, ലീഗൽ നെസസിറ്റി എന്ന് പറയാം. ഇപ്പോൾ കൊറോണ കാലമല്ലേ, ഇപ്പോൾ ഗവൺമെന്റ് ഒരു ലീഗൽ കമ്പൽഷൻ ഇറക്കിയിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ പീപ്പിൾ ഷുഡ് വെയർ ദെയർ മാസ്ക് വെൻ ദേ ഗോ ഔട്ട് അല്ലെ. പുറത്തിറങ്ങുന്ന സമയത്ത് ജനങ്ങൾ അവരുടെ മാസ്ക് ധരിക്കണം എന്നുള്ളതാണ് ആ ലീഗൽ, ഇത്തരത്തിലുള്ള ഒരു ലീഗലായിട്ടുള്ള കമ്പൽഷൻ. അതിനെ സൂചിപ്പിക്കാനും നമുക്കെന്ത് ഉപയോഗിക്കാം? ഷോൾ എന്ന് ഉപയോഗിക്കാം. നെക്സ്റ്റ്,
ത്രെട്ടിനെ സൂചിപ്പിക്കാൻ വേണ്ടി. നേരത്തെ ഐയുടെ കൂട്ടത്തിൽ നമ്മൾ ഭീഷണിപ്പെടുത്തിയിരുന്നു, ഞാൻ നിന്നെ അത് ചെയ്യും ഇത് ചെയ്യുന്ന പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്നു അല്ലെ. ഐ വിൽ ഷോ യു എന്നൊക്കെ പറഞ്ഞിരുന്നു, ഞാൻ നിനക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇവിടെയും സെക്കൻഡ് പേഴ്സൺ ആവുന്ന സമയത്ത് എങ്ങനെ നമുക്ക് ഭീഷണിപ്പെടുത്താൻ പറ്റും. യു ഷോൾ റിഗ്രറ്റ് ദിസ്, നീ ഇതിന് ദുഃഖിക്കേണ്ടി വരും അല്ലെ. ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്നല്ല, നീ ഇതിന് ദുഃഖിക്കേണ്ടി വരും. യു ഷോൾ ബി പണിഷ്ഡ്, നിനക്കിതിന് തീർച്ചയായിട്ടും കിട്ടും. ഇത് രണ്ടും ത്രെറ്റ്സ് ആണ്. ഇനി നെക്സ്റ്റ്, ഹി ഷോൾ നോട്ട് കോൾ മീ സോ അഗെയിൻ, അവൻ ഇനി എന്നെ അങ്ങനെ വിളിക്കരുത്. ഹി ഷോൾ നോട്ട് കോൾ മീ സോ, അവൻ ഇനി എന്നെ അങ്ങനെ വിളിക്കരുത്. അതായത് അതൊരു കമാൻഡാണ്, അവൻ അങ്ങനെ ചെയ്യരുത് എന്ന് മറ്റൊരാളോട് പറയുകയാണ്. അടുത്ത ഒരു രീതി എങ്ങനെയാണെന്ന് നോക്കൂ. നമ്മളൊരു കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്, നമ്മളറിയാതെ അവിടെ ഒരു പരിപാടി നടക്കാൻ പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെന്നിട്ട് ഇങ്ങനെ പറയും, ദിസ് പ്രോഗ്രാം ഷാൽ നോട്ട് ടേക്ക് പ്ലേസ്, ഈ പരിപാടി ഇവിടെ നടക്കാൻ പോകുന്നില്ല. അപ്പോൾ നമ്മളെങ്ങനെ പറയാ, ദിസ് പ്രോഗ്രാം ഷാൾ നോട്ട് ടേക്ക് പ്ലേസ്. അതിൻ്റെ അർത്ഥം ഐ വോണ്ട് അലൗ ദിസ് ടു ഹാപ്പൻ, ഇത് സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഒരു തരത്തിലുള്ളൊരു തെറ്റ് തന്നെയാണ്. ഇനി മോഡേൺ ഇംഗ്ലീഷിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു പ്രശ്നമല്ല, ഏതിന്റെ കൂട്ടത്തിലും വില്ല് ഉപയോഗിക്കാം. ഫസ്റ്റ് പേഴ്സണോ സെക്കൻഡ് പേഴ്സണോ തേർഡ് പേഴ്സണോ ഏത് പേഴ്സണോ ആയിക്കോട്ടെ, ധൈര്യമായിട്ട് വില്ല് എന്തിനും ഉപയോഗിക്കാം. പക്ഷെ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, എന്താണെന്നറിയോ? യു ഷുഡ് റിമെമ്പർ ദാറ്റ് മോഡേൺ ഇംഗ്ലീഷ് അലൗസ് വിൽ in all types of statements, but don't use will in questions if our intention is suggestions or offers. സജഷൻസിന്റെ സമയത്തും ഓഫേഴ്സിന്റെ സമയത്തും നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിക്കില്ലേ. നേരത്തെ നമ്മൾ സജഷൻ ചെയ്തിരുന്നു, ഓർമ്മയുണ്ടോ? എന്താണ് സജഷൻ? ഷോൾ വി ഗോ ഫോർ എ മൂവി ടുഡേ, നമുക്കിന്നൊരു സിനിമയ്ക്ക് പോയാലോ, ഷോൾ വി. അപ്പൊ അതിന് പകരം സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും എന്ത് ഉപയോഗിക്കാൻ പാടില്ല, ഷോളിന് പകരം വിൽ ഉപയോഗിക്കാൻ പാടില്ല. ഇങ്ങനെ വിൽ വി ഗോ ഫോർ എ മൂവി എന്നൊന്നും പറയാൻ പാടില്ല, അത് ഗ്രാമാറ്റിക്കലി തെറ്റാണ്. അതുപോലെ തന്നെ ഓഫറിന്റെ സമയത്ത് അല്ലെ, സജഷൻ നമ്മളുകൊണ്ട് ഓഫറിന്റെ സമയത്ത് ഷോൾ ഐ പേ ഫോർ യു എന്നുള്ള പകരം വിൽ ഐ പേ ഫോർ യു എന്നെങ്ങനെ ചോദിക്കുക? ഇപ്പൊ സജഷന്റെയും ഓഫറിന്റെയും സമയത്ത് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഷോളിന്റെ പകരം വിൽ ഉപയോഗിക്കാൻ പാടില്ല. നേരത്തെ പറഞ്ഞതൊക്കെ ഗ്രാമാറ്റിക്കൽ റൂൾസ് ആണ്. ഞാൻ ഇപ്പൊ പറഞ്ഞത് നമ്മുടെ ഡെയിലി ലൈഫിൽ ഇംഗ്ലീഷിന് ഉപയോഗിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ്. മോഡേൺ ഇംഗ്ലീഷ് ആൻഡ് അമേരിക്കൻ ഇംഗ്ലീഷ് നെവർ ഇൻസിസ്റ്റ് ഓൺ ഷോൾ, ഇറ്റ് അലൗസ് വിൽ everywhere. But remember, suggestions and offers. So there, shall must be used. Right? So, thank you. Meet you soon.